അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിൻ്റെ മുന്നോടിയായി റമദാനിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സംഘടിപ്പിക്കുന്ന പഠന കോഴ്സിലെ 3ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ, നോമ്പ് നിർബന്ധമാണ് എന്നതിനുള്ള തെളിവുകൾ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി നമ്മൾ നോമ്പിൻ്റെ അഹ്കാമുകളിലേക്ക്, വിധികളിലേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പിൻ്റെ വിധികളെക്കുറിച്ച് പറയുമ്പോൾ നോമ്പിൻ്റെ വിധികളുടെ വിഷയത്തിൽ പല അഭിപ്രായ ഭിന്നതകളും നമുക്ക് കാണാൻ സാധിക്കും. തർക്കങ്ങളുള്ള വിഷയമാണ്. ആ അഭിപ്രായ ഭിന്നതകളുള്ള വിഷയങ്ങളെ നാം പരിഹരിക്കേണ്ടത്, നാം പഠിക്കേണ്ടത് ഏതൊരു രീതിയിലാണോ തർക്കങ്ങളെ പരിഹരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് നിർദ്ദേശിച്ചത്, അതേ വഴികളിലൂടെ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കി നമ്മൾ ആ തർക്കമുള്ള വിഷയങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, ഒന്ന് നോമ്പും ആ നോമ്പിൻ്റെ ഇനങ്ങളുമാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം റമദാനിലെ നോമ്പ് മാത്രമല്ല, നിർബന്ധമായത് റമദാനിലെ നോമ്പ് മാത്രമല്ല, ചില പ്രത്യേക കാരണങ്ങളുമായി ബന്ധപ്പെട്ട് ചില നോമ്പുകൾ നമുക്ക് നിർബന്ധമാകും. അപ്പം അതുകൊണ്ട് തന്നെ നോമ്പും അതിൻ്റെ ഇനങ്ങളും, അതേപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ ഏതൊക്കെയാണ്, നേർച്ചയാക്കിയ നോമ്പുമായി ബന്ധപ്പെട്ട മസ്അലകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നോമ്പിൻ്റെ ശുറൂത്തുകൾ, നോമ്പിലെ നിയ്യത്ത്, ഈ 6 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. നോമ്പും അതിൻ്റെ ഇനങ്ങളും. നോമ്പും ഇനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ റമദാനിലെ നോമ്പടക്കം പല നോമ്പുകളും ഇസ്ലാമിലുണ്ട്. റമദാനിലെ നോമ്പടക്കം വേറെയും പല നോമ്പുകളും പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിർബന്ധമായ നോമ്പുകളുണ്ട്. നിർബന്ധമായ നോമ്പ് ഓരോ വിശ്വാസിയും നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട നോമ്പുകളുണ്ട്. ആ നിർബന്ധമായ നോമ്പുകൾ തന്നെ 2 തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം, 2 രീതിയിൽ. അതിലൊന്ന്, ഓരോ വിശ്വാസിക്കും ശറഇൽ അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പ് എല്ലാവർക്കും നിർബന്ധമാണ്. ചില ആളുകൾക്ക് ഒഴിവുണ്ട്, ഇൻഷാ അല്ലാഹ് അത് വഴിയെ പറയും. പക്ഷെ മൊത്തത്തിൽ നമ്മൾ എന്തു പറയണം, എല്ലാവരുടെയും മേൽ നിർബന്ധമായ നോമ്പ് അല്ലേ? അതേത് നോമ്പാണ്? അത് റമദാൻ മാസത്തിലെ നോമ്പാണ്. നമ്മൾ കാത്തിരിക്കുന്ന വിശുദ്ധ റമദാനിലെ നോമ്പ് എല്ലാവർക്കും നിർബന്ധമാണ്. അതിൽ രോഗികൾക്ക് ഇളവുണ്ട്, യാത്രക്കാർക്ക് ഇളവുണ്ട്, അതേപോലെ തന്നെ വൃദ്ധന്മാരായ ആളുകൾക്ക് ഇളവുണ്ട്. ഇൻഷാ അല്ലാഹ് അതതിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോന്ന് പഠിക്കാം. അപ്പോൾ ഇതാണ് ഒരു നോമ്പ്. നിർബന്ധമായ നോമ്പിലെ ഒരു ഇനം ഇതാണ്, എല്ലാവർക്കും നിർബന്ധം. മനസ്സിലായല്ലോ? രണ്ടാമത്തേത്, ഏതെങ്കിലും ഒരു കാരണവുമായി ബന്ധപ്പെട്ട് നിർബന്ധമാകുന്ന നോമ്പ്. ആ നോമ്പ് നിർബന്ധമൊന്നല്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ, ചില കാരണങ്ങൾ, ആ നമ്മുടെ ജീവിതത്തിൽ ചില പ്രവർത്തികൾ വന്നാൽ അപ്പോൾ ആ നോമ്പ് നിർബന്ധമാകും. മനസ്സിലായോ? അപ്പം ചില കാരണങ്ങളുമായി ബന്ധപ്പെട്ട് നിർബന്ധമാകുന്ന നോമ്പുണ്ട്. ഉദാഹരണത്തിന് നേർച്ചയാക്കിയ നോമ്പ്, അതേപോലെ തന്നെ കഫാറത്തായ നോമ്പ്. എന്താണ് ഈ നേർച്ചയാക്കിയ നോമ്പും കഫാറത്തായ നോമ്പും? നമുക്ക് ആദ്യം അത് മനസ്സിലാക്കാം. കഫാറത്തായ നോമ്പ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ലിഹാറിന് പകരമുള്ള നോമ്പ് എന്ന് പറയും. ലിഹാർ എന്താണ്? ലിഹാർ എന്ന് പറഞ്ഞാൽ, ഒരാൾ, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ഒരാൾ അയാളുടെ ഭാര്യയോട് പറയാണ്, നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ്, നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ്, നീ എനിക്ക് എൻ്റെ ഉമ്മയെപ്പോലെയാണ്. ഒരു ഭർത്താവ് ഒരിക്കലും ഭാര്യയോട് പറയാൻ പാടില്ലാത്തൊരു വാചകമാണത്. ഭാര്യ ഒരിക്കലും ഉമ്മയുടെ സ്ഥാനത്തല്ല.
അതുകൊണ്ട് തന്നെ ഒരാൾ എന്തു പറഞ്ഞു, നീ എൻ്റെ ഉമ്മയെ പോലെയാണ്. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കാനത്ത് ഖൗല ബിൻതു സഅലബ തഹത ഔസ് ഇബ്നു സാമിത് ഫഖാല ലഹാ അൻത അലയ്യ കദഹരി ഉമ്മി, നീ എൻ്റെ ഉമ്മയെ പോലെയാണ് എന്ന് ഖൗല ബിൻതു സഅലബയോട് എന്ത് ചെയ്തു, അവരുടെ ഭർത്താവ് പറഞ്ഞു, നീ എൻ്റെ ഉമ്മയെ പോലെയാണ്. സഹോദരങ്ങളെ സഹോദരികളെ, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ആ ഭാര്യയെ അയാൾ തിരിച്ചെടുക്കണം, ആ ഭാര്യ ആയിക്കൊണ്ട് തന്നെ പരിഗണിക്കണം. എന്നാൽ ആ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് അയാൾ ഒരു അടിമയെ മോചിപ്പിക്കണം. അതൊരു ഗൗരവമുള്ള വാക്കാണ്. നീ എൻ്റെ ഉമ്മാനെ പോലെയാണെന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവമുള്ള വാക്കാണ്. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യണം, അയാൾ ഒരു അടിമയെ മോചിപ്പിക്കണം. അതാണ് അതിൻ്റെ കഫാറത്ത്, അതിൻ്റെ പ്രായശ്ചിത്തം അതാണ്. എന്നാൽ അയാൾക്ക് അതിന് പറ്റുന്നില്ലെങ്കിൽ, ഒരു അടിമയെ മോചിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 മാസക്കാലം തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം, അയാൾ നോമ്പ് നോൽക്കണം. ഈ നോമ്പ് നിർബന്ധമാണ്. ഇതിൻ്റെ സ്റ്റെപ്പ് എന്താ, ആദ്യം ഒരാൾ അടിമയെ മോചിപ്പിക്കണം. അതിന് അയാൾക്ക് കഴിയുന്നില്ല. ഇപ്പം ഇന്ന് അടിമ സമ്പ്രദായമല്ല, ഇന്ന് അടിമകളൊന്നുമില്ല, നമുക്ക് അടിമകളെ മോചിപ്പിക്കാൻ പറ്റൂല. അപ്പം എന്ത് വേണം, 2 മാസക്കാലം തുടർച്ചയായി അയാൾ നോമ്പ് നോൽക്കണം. ഈ നോമ്പ് നിർബന്ധമാണ്, മനസ്സിലായില്ലേ? അപ്പം നോക്കൂ നിങ്ങൾ, ദിഹാറിന് പകരമായുള്ള നോമ്പ്. ദിഹാറ് ചെയ്താൽ ഒരാൾ തൻ്റെ ഭാര്യയെ എൻ്റെ ഉമ്മയെ പോലെയാണെന്ന് പറഞ്ഞാൽ അയാൾ ആ ഭാര്യനെ തിരിച്ചെടുക്കും വേണം. അയാൾ എന്ത് ചെയ്യണം, 2 മാസക്കാലം തുടർച്ചയായി നോമ്പ് നോൽക്കുകയും വേണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ചില ആളുകളെങ്കിലും ഇതൊരു ആദ്യമായിട്ട് കേൾക്കുന്ന വിഷയമായിരിക്കും. എനിക്കിത് പൂർണ്ണമായി വിശദീകരിക്കപ്പം എൻ്റെ മുമ്പിൽ സമയമല്ല, ഇപ്പല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുജാദിലയിലെ 3-4 ആയത്തുകൾ പരിശോധിക്കുക. സൂറത്ത് മുജാദിലയിലെ 3-4 ആയത്തുകൾ എന്തുണ്ട്, ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ അമാനിമോലിൻ്റെ തഫ്സീറും സാധിക്കുന്ന ആളുകൾ ഇബ്നു കസീർ പോലെയുള്ള മറ്റുള്ള തഫ്സീറുകളൊക്കെ നോക്കി അത് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താ, റമളാനിലെ നോമ്പിന് പുറമെ ചില നോമ്പുകൾ ചില കാരണങ്ങളുമായി ബന്ധപ്പെട്ട് നിർബന്ധമാവും. അതിലൊന്നെന്താ, ലിഹാറിൻ്റെ നോമ്പാണ്. രണ്ടാമത്തത് അബദ്ധവശാലുള്ള കൊലപാതകം. അറിയാതെ, നമ്മൾ ശ്രദ്ധിക്കാതെ, നമ്മുടെ അശ്രദ്ധ കാരണം ഒരാൾ മരിച്ചു, ഒരാൾ കൊല്ലപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ അബദ്ധത്തിൽ കൊന്നാൽ അതിന് പകരമായി പ്രായശ്ചിത്തം നൽകണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള അപകടങ്ങൾ, ദുരന്തങ്ങൾ ഇതൊന്നും നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇല്ലാതെയാകുമാറാകട്ടെ. എന്താ അല്ലാഹു പറയുന്നത്, ഫമൻ ലൻ യജിദ് ഫസിയാമു ശഹ്റൈനി മുതതാബിഐനി തൗബതൻ മിനല്ലാഹ് വകാന അല്ലാഹു അലീമൻ ഹകീമാ. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 92-ാമത്തെ ആയത്ത്. സൂറത്തുൻ നിസായിലെ 92-ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹു പറയുന്നത്, ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും, ഇങ്ങനെ ഒരാൾ ചെയ്താൽ, അബദ്ധവശാൽ നമ്മുടെ അടുക്കൽ നിന്ന് ഒരാൾ കൊല്ലപ്പെട്ടാൽ എന്ത് ചെയ്യണം, നമ്മൾ എന്താ ചെയ്യണം, ഒരു അടിമയെ മോചിപ്പിക്കണം. അതേപോലെ തന്നെ ആരാണോ കൊല്ലപ്പെട്ടത് അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരുണ്ടാകും, അവകാശികളുണ്ടാകും, അവർക്ക് എന്ത് ചെയ്യണം, നഷ്ടപരിഹാരം നൽകുകയും വേണം. വല്ലവനും അതിന് സാധിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം, ഫസിയാമു ശഹ്റൈനി മുതതാബിഐൻ, 2 മാസക്കാലം തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം, നോമ്പ് നോൽക്കണം. അപ്പം നോക്കൂ നിങ്ങൾ, അബദ്ധവശാൽ ഒരു സത്യവിശ്വാസി നമ്മൾ കാരണം കൊല്ലപ്പെട്ടാൽ എന്ത് വേണം, 2 മാസക്കാലം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കണം. ഇപ്പം എങ്ങനെ അബദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഉദാഹരണം, നമ്മളൊരു ഡ്രൈവ് ചെയ്യാൻ, നമ്മളൊരു വാഹനം ഓടിക്കാൻ, നമ്മുടെ അടുത്ത് നമ്മുടെ സഹോദരങ്ങളുണ്ട്, കുടുംബത്തിൽപ്പെട്ട ഭാര്യയാകാം, അല്ലെങ്കിൽ മക്കളാവാം, കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. നമ്മുടെ ഗഫ്ലത്ത് കാരണം, നമ്മുടെ അശ്രദ്ധ കാരണം വാഹനം അപകടത്തിലാവുകയും അങ്ങനെ വാഹനത്തിലുള്ള ആരെങ്കിലും കൊല്ലപ്പെടുകയും ചെയ്താൽ, മരിക്കുകയും ചെയ്താൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ നോമ്പ് നമ്മൾ നോൽക്കണം. മനസ്സിലായോ? ഈ പറഞ്ഞ നോമ്പ് നമ്മൾ നോൽക്കണം. അതേപോലെ തന്നെ ഉദാഹരണത്തിന് ഒരു സഹോദരി, അവൾ കുട്ടിയെ കുളിപ്പിക്കുക. അപ്പോൾ ബാത്ത് ടപ്പോ അല്ലെങ്കിൽ വെള്ളം ശേഖരിച്ച് വെക്കുന്ന എന്തെങ്കിലും ഒരു പാത്രം അങ്ങനെ വിചാരിച്ചോളൂ. അപ്പോൾ അതിൽ കുട്ടിയെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ കുട്ടിയെ നിർത്തി പൈപ്പ് തുറന്നിട്ടു. അങ്ങനെ കുട്ടിനെ കുളിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് ഫോൺ വന്നു. അപ്പോൾ അവർ പോയി ഫോൺ എടുക്കാൻ പോയി, പെട്ടെന്ന് വരാമെന്ന് കരുതി. ആ സംസാരത്തിനിടയിൽ മറന്നു. ആ കുട്ടി വളരെ ആ ബക്കറ്റിൽ കടന്ന് അല്ലെങ്കിൽ ബാത്ത് ടപ്പിൽ കടന്ന് വെള്ളം നിറഞ്ഞ് അതിലെന്ത് ചെയ്തു, മുങ്ങി മരിച്ചു എന്ന് വിചാരിക്കൂ. അല്ലാഹു അത്തരത്തിൽ അപകടങ്ങളൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലാതെയാക്കുമാറാകട്ടെ. അങ്ങനെ സംഭവിച്ചാൽ അവിടെ ഒരു അശ്രദ്ധയുണ്ട്, അവിടെ ഒരു ഗഫ്ലത്തുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും ഒരു ഗഫ്ലത്ത് അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ഒരു അശ്രദ്ധ എവിടെയുണ്ട്. അങ്ങനെ അശ്രദ്ധയിൽ, അബദ്ധത്തിൽ നമ്മൾ കാരണം ഒരാൾ കൊല്ലപ്പെടുകയാണ് എങ്കിൽ ഒരു അടിമനെ മോചിപ്പിക്കണം.
അതിന് പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? അയാൾ 2 മാസക്കാലം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കണം. ഇത് റമദാനിലെ നോമ്പിൻ്റെ പുറമെ ചില കാരണങ്ങളുമായി ബന്ധപ്പെട്ട് നിർബന്ധമാകുന്ന നോമ്പാണ്. മൂന്നാമത്തത് എന്താ? സത്യലംഘനം നടത്തുക. ഒരാൾ സത്യം ചെയ്തു പറഞ്ഞു, ആ പറഞ്ഞ വാക്കു പറഞ്ഞിട്ട് സത്യം ചെയ്ത് പറഞ്ഞിട്ട് അത് ലംഘിക്കുകയാണ് എങ്കിൽ അയാൾ പ്രായശ്ചിത്തം കൊടുക്കണം, അയാൾ കഫാറത്ത് കൊടുക്കണം. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഞാൻ മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങൾ അത്ര വ്യാപകമാവൂല അല്ലേ? അതൊക്കെ വളരെ റയറായി വളരെ ചുരുക്കം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇനി പറയുന്നത് നോക്കിക്കോളൂ നിങ്ങൾ. എന്ത് ചെയ്യാൻ പാടില്ല? സത്യലംഘനം നടത്തുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. സത്യലംഘനം നടത്തുക, സത്യം ചെയ്യുകയും പിന്നീട് ലംഘിക്കുകയും ചെയ്യുന്ന ആളുകൾ 3 ദിവസം പ്രായശ്ചിത്തമായിട്ട് എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കണം. 3 ദിവസം പ്രായശ്ചിത്തമായിട്ട് നോമ്പ് നോൽക്കണം. ഇത് വിശദമായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ ആയത്ത് പഠിക്കണം. 89-ാമത്തെ ആയത്ത് പഠിക്കുക. മനസ്സിലായില്ലേ? 89-ാമത്തെ ആയത്ത്. അതിലെന്ത് പറയുന്നുണ്ട്? ലാ യുവാഹിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനികും വലാകിൻ യുവാഹിദുകും ബിമാ അഖത്തുമുൽ ഐമാന ഫകഫാറതുഹു ഇത്ആമു അശറത്തി മസാകിൻ എന്ന് പറഞ്ഞ് വളരെ വിശാലമായ വളരെ സുദീർഘമായ ഒരു ആയത്താണ്. 5-ാമത്തെ അധ്യായമല്ല, 4-ാമത്തെ സൂറത്തു നിസാ ആണ്. സൂറത്തു നിസായിലെ 89-ാമത്തെ ആയത്ത്. മനസ്സിലായി? സൂറത്തു നിസായിലെ 89-ാമത്തെ ആയത്ത്. എന്താണ് ആയത്തിൽ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് നൽകാറുള്ളത് പോലെ മധ്യനിലയിലുള്ള ഭക്ഷണത്തിൽ നിന്ന് 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ഒരാൾ സത്യലംഘനം നടത്തിയാൽ, കരാറ് പറഞ്ഞു വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാതെ അത് ലംഘിക്കുകയാണ് എങ്കിൽ നമ്മുടെ സാധാരണ രീതിയിൽ കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക്, അതേപോലെ 10 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം അതിന് പ്രായശ്ചിത്തമായിട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അതിന് പറ്റുന്നില്ലെങ്കിൽ 10 ആളുകൾക്ക് വസ്ത്രം കൊടുക്കണം. അതിനും പറ്റുന്നില്ല എങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അതിന് പറ്റുന്നില്ല എങ്കിൽ 3 ദിവസം നോമ്പെടുക്കുകയാണ് വേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റമദാനിലെ നോമ്പിന് പുറമെ നിർബന്ധമാകുന്ന ചില കാരണങ്ങളുമായി ബന്ധപ്പെട്ട് നിർബന്ധമാകുന്ന നോമ്പുകൾ നമ്മൾ പറയുന്നത്. ലിഹാറിൻ്റെ നോമ്പ് പറഞ്ഞു, അബദ്ധത്തിലുള്ള കൊലപാതകം പറഞ്ഞു, അതേപോലെ തന്നെ നമ്മളിവിടെ മൂന്നാമതായി പറഞ്ഞ എന്താ? മൂന്നാമതായി നമ്മൾ പറഞ്ഞ സത്യലംഘനവുമായി ബന്ധപ്പെട്ട നോമ്പ് പറഞ്ഞു. 4-ാമത്തേത് ഹജ്ജുമായി ബന്ധപ്പെട്ട, ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട നോമ്പുകളാണ്. ഹജ്ജിൻ്റെയും ഉംറയുടെയും ഇടയിൽ സംഭവിക്കുന്ന വീഴ്ചകൾക്ക് പരിഹാരമായി പ്രായശ്ചിത്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇഹ്റാമിൽ പ്രവേശിച്ചയാൾ വേട്ടയാടാൻ പാടില്ല. ഇഹ്റാമിൽ പ്രവേശിച്ച ആൾ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചയാൾ വേട്ടയാടാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്തുലു സ്വൈദ വഅൻതും ഹുറും വമൻ ഖതലഹു മിൻകും മുതഅമ്മിദൻ ഫജസാഉ മിത്ലു മാ ഖതല മിനൻ നഅമി എന്ന് തുടങ്ങി ആയത്തിൽ അല്ലാഹു അത് വിശദീകരിക്കുന്നുണ്ട്. ഇഹ്റാമിൽ പ്രവേശിച്ചയാൾ വേട്ടയാടിയാൽ പകരം അയാൾ എന്ത് ചെയ്യണം? ഒരു ആടിനെ ബലിയിറക്കണം. മനസ്സിലായോ? ഇഹ്റാമിൽ പ്രവേശിച്ചയാൾ വേട്ടയാടിയാൽ പകരമായി എന്ത് ചെയ്യണം? ആടിനെ ബലിയിറക്കണം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് ബലിയെറുക്കാൻ പറ്റുന്നില്ല. ഈ ബലിയെറുക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ഈ ബലിയെറുക്കേണ്ടടുത്തൊരു ഹുക്കുമുണ്ട്. അയാൾ വേട്ടയാടിയ മൃഗമുണ്ടല്ലോ, ആ മൃഗത്തിന് തുല്യമായ ഒരു ബലിയാണ് ഇറക്കേണ്ടത്. ആ മൃഗത്തിന് തുല്യമായ ഒരു ബലിയാണ് അയാൾ ഇറക്കേണ്ടത്. മനസ്സിലായോ? അതേപോലെ തന്നെ അതിന് സാധിക്കുന്നില്ല എങ്കിൽ ആ വേട്ട മൃഗത്തിന് തുല്യമായ സംഖ്യയുടെ ഭക്ഷണം എന്ത് ചെയ്യണം? സാധുക്കളായ ആളുകൾക്ക് വിതരണം ചെയ്യണം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ എത്ര ആളുകൾക്കാണോ ഭക്ഷണം കൊടുക്കേണ്ടത് അത്രയും നോമ്പ് നോൽക്കണമെന്നാണ്. അവിടെ ഈ നോമ്പ് നിർബന്ധമാണ്. അതേപോലെ തന്നെ തമത്തുവായി ഹജ്ജ് ചെയ്യുന്ന ആൾ ബലിയിറക്കണം. ബലിയിറക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം? ആ ബലിയിറക്കാത്ത ആളുകൾ 10 ദിവസം പകരമായി നോമ്പ് നോൽക്കണം. അപ്പം ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ, റമദാനിലെ നോമ്പിന് പുറമെ ചില കാരണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഫാറത്തായി പ്രായശ്ചിത്തമായി നോമ്പിനെ നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അത് നിർബന്ധമാണ്. ഇങ്ങനെ സംഭവിച്ചാൽ അതിൽ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് റമദാനിലെ പകലിൽ ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുക എന്നുള്ളത്. ഭാര്യയും ഭർത്താവ് റമദാനിൻ്റെ പകലിൽ ശാരീരികമായി ബന്ധപ്പെട്ടാൽ, നോമ്പുകാരായിരിക്കെ ബന്ധപ്പെട്ടാൽ, ഒന്നവരുടെ നോമ്പ് മുറിഞ്ഞു, ബാത്തിലായി. രണ്ടെന്താ? അവർ 2 മാസക്കാലം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കണം. 2 മാസക്കാലം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കണം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. റമദാനിൻ്റെ പകൽ എന്ത് ചെയ്യാൻ പാടില്ല? ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് എന്തു വേണം? നമ്മളത് ഗൗരവമായി കാണുകയും നമ്മളത് ശ്രദ്ധിക്കുകയും വേണം. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പുണ്ട്. നേർച്ചയാക്കിയ നോമ്പ്
എന്താ നേർച്ചയാക്കിയ നോമ്പ്? സുന്നത്തായ ഒരു നോമ്പ്. ഒരാൾ പറയാണ്, ഇപ്പം വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പുണ്ട്. ഒരാൾ പറയാം, ഞാൻ ഈ മാസത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുള്ള നോമ്പ് ഞാൻ ഉറപ്പായിട്ട് നോൽക്കും. നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ഐച്ഛികമായ ഒരു കാര്യം നിർബന്ധമായും ചെയ്യുമെന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിക്കുന്നതിനെ, സ്വയം പറയുന്നതിനെയാണ് നേർച്ച എന്ന് പറയാം. സുന്നത്തായ ഒരു കാര്യമാണ്, അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും തീരുമാനം എടുക്കുക, അതിനാണ് നേർച്ച എന്ന് പറയാം. അല്ലാതെ നമ്മുടെ നാട്ടിൽ നേർച്ച എന്ന് പറഞ്ഞാൽ ആന, അതേപോലെ തന്നെ ചെണ്ട, പിന്നെ കുറേ ലൈറ്റൊക്കെയാണ് പല ആളുകൾക്ക് ഓർമ്മ വരിക. നേർച്ച എന്ന് പറയുമ്പോൾ പൂരാണ് ഓർമ്മ വരേണ്ടത്. അതല്ല നേർച്ച. ഇസ്ലാമിലെ നേർച്ച എന്താ? ഐച്ഛികമായ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളത് നിർബന്ധമായി ചെയ്യുമെന്ന് സ്വയം തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചാൽ അയാളത് ഉറപ്പായിട്ടും ചെയ്യണം. മനസ്സിലായി? അയാളത് ഉറപ്പായിട്ടും ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഈ മാസത്തിൽ എല്ലാ തിങ്കളും വ്യാഴം നോമ്പ് നോൽക്കുമെന്ന് ഉറപ്പായിട്ട് തീരുമാനിച്ചു. പക്ഷെ അതിൻ്റെ മുമ്പ് അയാൾ മരിച്ചുപോയി. അങ്ങനെ മരിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആ നോമ്പ് നോറ്റുവീട്ടണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നേർച്ചയാക്കിയാൽ എന്ത് ചെയ്യണം? നിർബന്ധമായി. അപ്പോൾ അത് അയാളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അയാൾ മരിച്ചാൽ അയാളുടെ ബന്ധുക്കളായ ആളുകൾ എന്ത് ചെയ്യണം? അത് ചെയ്തു വീട്ടണം എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു കാരണവുമായി ബന്ധപ്പെട്ട് നിർബന്ധമാകുന്ന നോമ്പുകൾ. ഇനി സുന്നത്തായ നോമ്പുകളുണ്ട്. റമദാനിലെ നോമ്പ് നമുക്ക് പറയാം, അതിൻ്റെ മുമ്പ് മറ്റുള്ള നോമ്പുകളൊന്ന് ഓടിച്ചു പോകാമെന്ന് വിചാരിച്ചതാണ്. ഇനി സുന്നത്തായ നോമ്പുണ്ട്. എല്ലാ തിങ്കളും വ്യാഴം നോമ്പ് നോൽക്കൽ സുന്നത്താണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മുഹറം 9-നും 10-നും നോമ്പ് നോൽക്കാം. അതേപോലെ തന്നെ അറഫ ദിവസം നോമ്പ് നോൽക്കാം. അറബി മാസങ്ങളിലെ അയ്യാമുൽ ബീൽ എന്നറിയപ്പെടുന്ന 13, 14, 15 തീയതികളിൽ നോമ്പ് നോൽക്കാം. ഷവ്വാലിലെ 6 നോമ്പുണ്ട്. അതേപോലെ തന്നെ ദാവൂദ് നബിയുടെ നോമ്പ് നോൽക്കുക. ദാവൂദ് നബിൻ്റെ നോമ്പ് എന്താ? ഒരു ദിവസം നോമ്പ് നോൽക്കും, അടുത്ത ദിവസം നോമ്പൊഴിവാക്കും, വീണ്ടും അടുത്ത ദിവസം നോമ്പ് നോക്കും. അങ്ങനെ ഒന്നരാടം ഒരു ദിവസം ഇടവിട്ട് എന്ത് ചെയ്യും? നോമ്പ് നോൽക്കും. അങ്ങനെ നോമ്പ് നോൽക്കാം. ഇതൊക്കെ ഐച്ഛികമായ സുന്നത്തായ നോമ്പുകളാണ്. മനസ്സിലായില്ലേ? അപ്പം നോക്കൂ നിങ്ങൾ, വിവിധ നോമ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് എല്ലാവർക്കും നിർബന്ധം റമദാനിലെ നോമ്പ്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. അല്ലാഹു കൽപ്പിച്ച കാര്യം. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഹദീസുകൾ കൊണ്ട്, ആയത്തുകൾ കൊണ്ടൊക്കെ എന്ത് ചെയ്തു? സ്ഥിരപ്പെട്ട വിഷയമാണ് റമദാനിലെ നോമ്പ്. അതിൽ നിന്ന് ആർക്കൊഴിവുണ്ട്? രോഗികളായ ആളുകൾക്ക്, യാത്രക്കാരായ ആളുകൾക്ക്, വൃദ്ധന്മാരായ ആളുകൾക്കൊക്കെ ഒഴിവുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ വിശദീകരിക്കും. രണ്ടാമത്തത് കാരണവുമായി ബന്ധപ്പെട്ട് നിർബന്ധമാകുന്ന നോമ്പുകൾ. ലിഹാറിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ അബദ്ധവശാലുള്ള കൊലപാതകം പറഞ്ഞു. അതേപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പുകളെ കുറിച്ച് പറഞ്ഞു. ഭാര്യയും ഭർത്താവും തമ്മിൽ റമദാനിലെ പകലിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വിഷയം പറഞ്ഞു. അതേപോലെ തന്നെ മറ്റുള്ള ചില നോമ്പുകൾ നമ്മൾ എണ്ണി പറഞ്ഞു. സുന്നത്തായ നോമ്പുകൾ നമ്മൾ പറഞ്ഞു. ഇനി സഹോദരങ്ങളെ, നോമ്പിൻ്റെ ഷുറൂത്തുകളെ കുറിച്ചാണ് പറയുന്നത്. നോമ്പിൻ്റെ ഷുറൂത്തുകൾ, നോമ്പിൻ്റെ ഷർത്ത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ ചെയ്യണം. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോമ്പ്, നമ്മുടെ നോമ്പ്, റമദാനിലെ നോമ്പടക്കം നമ്മുടെ നോമ്പ് സ്വീകരിക്കണമെങ്കിലുള്ള ഷർത്തുകളുണ്ട്. അതേപോലെ തന്നെ നോമ്പ് പിന്നെ നിർബന്ധമാകണമെങ്കിലുള്ള ഷർത്തുകളുണ്ട്. നോമ്പ് സ്വീകരിക്കാനുള്ള ഷർത്തുണ്ട്, നോമ്പ് പിന്നെ നിർബന്ധമാകാനുള്ള ഷർത്തുണ്ട്. ഈ ഷർത്തുകൾ പൂർത്തീകരിക്കാത്തവർ നോമ്പെടുത്താൽ, ഇപ്പം നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള ഷർത്തുകൾ നമ്മൾ പറയാൻ പോവുകയാണ്. അതിലെ ആ ഷർത്തുകൾ പൂർത്തീകരിക്കാത്ത ആൾ നോമ്പെടുത്താൽ അവരിൽ നിന്നും നോമ്പ് സ്വീകരിക്കൂല. നമ്മൾ ആദ്യം പറയണ പോലെ അറിയോ, ഒരാളുടെ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അയാൾ നിർബന്ധമായിട്ട് അയാളിൽ ഉണ്ടാകണം. അയാളിൽ ആ കാര്യങ്ങളില്ലെങ്കിൽ അയാൾ നോമ്പ് ഒരു കാര്യമല്ല, അയാളുടെ നോമ്പ് കൊണ്ട് പ്രയോജനമില്ല. മനസ്സിലായോ? അപ്പോൾ ഏതാണ് ആ കാര്യങ്ങൾ? ഒന്ന്, മുസ്ലിം ആയിരിക്കുക. മുസ്ലിമിൻ്റെ നോമ്പാണ് അള്ളാഹു സ്വീകരിക്കുക. റമദാൻ വരുമ്പോൾ കുറേ ആൾക്കാർ നോമ്പ് നോൽക്കും. നോറ്റോട്ടെ, അവർ നമ്മളോട് സ്നേഹമുള്ള ആളുകളാണ്, ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്ന, നോമ്പ് നോറ്റോട്ട് ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ അഖീദ എന്താണ്? നമ്മുടെ അസ്ൽ എന്താണ്? നോമ്പ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അയാൾ ആരായിരിക്കണം? അയാൾ മുസ്ലിം ആയിരിക്കണം. നോമ്പ് മാത്രമല്ല, ഏത് ഇബാദത്തും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? അയാൾ മുസ്ലിം ആയിരിക്കണം. മനസ്സിലായില്ല? അപ്പോൾ നമ്മുടെ നോമ്പ് അള്ളാഹ് സ്വീകരിക്കണോ? ആരാവണം? മുസ്ലിം ആകണം. അവിശ്വാസികളുടെ നോമ്പ് അള്ളാഹ് സ്വീകരിക്കൂല, അള്ളാഹു സ്വീകരിക്കില്ല. അത്രേ ഉള്ളൂ. നമ്മളതിൽ നോമ്പ് നോൽക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്താനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അവർ സ്നേഹം കൊണ്ട് നോൽക്കുന്നതാണ്. അവർ മുസ്ലിം സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു MLA എല്ലാ റമദാനികളിലും നോമ്പ് നോൽക്കാറുണ്ട്. അയാൾ ഇസ്ലാമിനെ കുറിച്ചൊക്കെ വായിക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, അതിൻ്റെ നന്മകളൊക്കെ ഉൾക്കൊള്ളുന്ന അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ അവിശ്വാസികളുടെ കർമ്മങ്ങൾ സ്വീകരിക്കൂല എന്നുള്ളത് നബി പഠിപ്പിച്ച കാര്യമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ട് അബ്ദുല്ലാഹിബിൻ ജുദാന്റെ സംഭവം അല്ലേ. അയാൾ നല്ല മനുഷ്യനേനി,
ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും, വസ്ത്രം കൊടുക്കും, പ്രശ്നങ്ങളിൽ ഇടപെടും. നല്ല മനുഷ്യനായിരുന്നു. ആയിഷമ്മ ചോദിച്ചില്ലേ, ഹൽ യൻഫഉഹു, അദ്ദേഹത്തിന് ഇത് ഉപകാരപ്പെടും നബിയെ? നബി അബ്ദുല്ലാഹിബ്നു ജുദാൻ ചെയ്ത നന്മകൾ അയാൾക്ക് ഉപകാരപ്പെടുമോ? നബി പറഞ്ഞത് ലാ, ഇല്ല. ഇന്നഹു ലം യഖുൽ യൗമൻ മിനദ്ദഹരി റബ്ബി ഗഫിർ ലി ഖതിഅതി യൗമദ്ദീൻ. അല്ല, ഒരിക്കൽ പോലും അല്ലാഹ് പുറത്തു തരണേന്ന് പറഞ്ഞിട്ടില്ല. അഥവാ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നോമ്പ് അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ എന്തായിരിക്കണം? നമുക്ക് വിശ്വാസം ഉണ്ടാകണം, മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തെ ഷർത്ത് ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധിയുള്ള ആളുകളുടെ നോമ്പാണ് അള്ളാഹു സ്വീകരിക്കുക. ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്മാരായ ആളുകൾ, പ്രായാധിക്യം കാരണം ബുദ്ധി മറഞ്ഞ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്തില്ല? നോമ്പ് നിർബന്ധമല്ല. അവർ ആ ശറഈയായ മതപരമായ ആ വട്ടത്തിൽ നിന്ന് അവർ പുറത്താണ്. അവർക്ക് പ്രശ്നം, അവർക്ക് ബാധകമല്ല. കാരണം അവർക്ക് ബുദ്ധി സ്ഥിരതയില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ബുദ്ധി മാഞ്ഞു പോയ ആൾക്കാരാണ്. മനസ്സിലായി? അതുകൊണ്ട് അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അതേപോലെ തന്നെ സ്ത്രീകൾ ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. ഒരു സ്ത്രീ അവർ ഹൈലുകാരിയാണ് അല്ലെങ്കിൽ നിഫാസുകാരിയാണ്, അവർ നോമ്പ് നോറ്റാൽ അവരുടെ നോമ്പ് അല്ലാഹ് സ്വീകരിക്കൂല. എന്തുകൊണ്ട്? അവർക്ക് ആ സമയത്ത് നോമ്പ് നോൽക്കൽ ഹറാമാണ്, പാടില്ലാത്ത കാര്യമാണ്. അവർ നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല. ഹൈലും നിഫാസുമുള്ള സ്ത്രീ, ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിധികൾ നമ്മൾ പിന്നീട് പറയും. അവരുടെ വിധികൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് വിശദീകരിക്കും. അപ്പോൾ ഹൈലുകാരി എന്ത് ചെയ്യാൻ പാടില്ല? നിഫാസുകാരിയും അവർ ശുദ്ധിയാകുന്നത് വരെ നോമ്പ് നോക്കാൻ പാടില്ല. നോമ്പ് നോക്കൽ ഹറാമാണ്. അതേപോലെ തന്നെ നാലാമത്തെ കാര്യം, നോമ്പ് ശരിയാകണമെങ്കിൽ രാത്രിയിൽ നിയ്യത്ത് ഉണ്ടാകണം. എല്ലാവരും പഠിച്ചോളിട്ടോ. നോമ്പ് ശരിയാകണമെങ്കിൽ രാത്രി എന്ത് ചെയ്യണം? നിയ്യത്ത് വെച്ചിരിക്കണം, നിയ്യത്ത് ഉണ്ടായിരിക്കണം. നിയ്യത്തില്ലാതെ ഒരു കർമ്മം അല്ലാഹ് സ്വീകരിക്കൂല. അപ്പം നോമ്പാകുന്ന ഇബാദത്ത് അല്ലാഹ് സ്വീകരിക്കണം, നിയ്യത്ത് വേണം. അതെപ്പോഴാണ് വേണ്ടത്? നിർബന്ധമായ നോമ്പിന് രാത്രി തന്നെ നിയ്യത്തുണ്ടാകണം. ഫജ്റിന്റെ മുമ്പ് നിയ്യത്തുണ്ടാകണം. മനസ്സിലായോ? ഫുഖഹാക്കളായ ആളുകൾ, മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞു, ലാ യസിഹു സ്വൗമു ബിദൂനി നിയ്യ വദാലിക ബിഇത്തിഫാഖിൽ മദാഹിബിൽ ഫിഖഹിയ്യത്തിൽ അർബഅ. പണ്ഡിതന്മാർ എഴുതി വെച്ചു, നോമ്പ് ശരിയാകൂല നിയ്യത്തില്ലാതെ. ആ വിഷയത്തിൽ 4 മദ്ഹബിന്റെ ഇമാമുകളും അവരെന്താണ്? ഇത്തിഫാഖുള്ള വിഷയമാണ്. ഇന്നമൽ അഅമാലു ബിന്നിയ്യ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീത്ത് അല്ലേ? എല്ലാവരും പഠിച്ച ഹദീത്താണ്. കർമ്മങ്ങളെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മുടെ നോമ്പിന് എന്ത് വേണം? നിയ്യത്ത് വേണം. നിയ്യത്ത് വെക്കാത്തവന് നോമ്പില്ല, അവന് നോമ്പ് അല്ലാഹ് സ്വീകരിക്കൂല. നിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? അവിടെ നിയ്യത്ത് വെക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ ഇബാദത്ത് ചെയ്യുന്നത്? ആർക്കു വേണ്ടി ഞാൻ ഈ നോമ്പ് നോൽക്കുന്നത്? അത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ നോമ്പ് നോൽക്കുന്നത്? ഉദാഹരണത്തിന്, ആരെയും കാണിക്കാനല്ല, സൃഷ്ടികളുടെ പ്രശംസക്ക് വേണ്ടിയല്ല, പുകഴ്ത്തൽ ലഭിക്കാൻ വേണ്ടിയല്ല, മറിച്ച് എൻ്റെ റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചാണ്, അള്ളാന്റെ വജഹ് ഉദ്ദേശിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ നോമ്പ് നോൽക്കുന്നത്. ആ ഉദ്ദേശം ഉണ്ടാകണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൗ നഫഅൽ അമലു ബിലാ ഇഖ്ലാസിൻ ലമാ ദമ്മല്ലാഹുൽ മുനാഫിഖീൻ. എന്താ പറഞ്ഞതെന്നറിയോ? ഇബ്നുൽ ഖയ്യിം പറയും, ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനം പ്രയോജനപ്പെടുമായിരുന്നെങ്കിൽ അള്ളാഹു മുനാഫിക്കുകളെ ആക്ഷേപിക്കുമായിരുന്നില്ല എന്ന്. മനസ്സിലായോ? മുനാഫിക്കുകൾ എന്തിനാ പടച്ചവനെ ആക്ഷേപിച്ചത്? കപടവിശ്വാസികളായ ആളുകൾ. ഒരു നിസ്കരിച്ചിട്ടുണ്ട്, അവർ നോമ്പ് നോച്ചിട്ടുണ്ട്, അവർ ആരാധനകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ ആക്ഷേപിച്ചത് എന്തിനാ അവർ ആക്ഷേപിച്ചത്? അവർ ഇഖ്ലാസ് ഇല്ലാത്ത ആൾക്കാരല്ലേ. അപ്പം നമ്മൾ ഇഖ്ലാസ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മളെ പ്രവർത്തനം ആരുടെ പ്രവർത്തനം? മുനാഫിക്കുകളെ പ്രവർത്തനം പോലെയാണ്. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ അള്ളാന്റെ വജഹ് ഉദ്ദേശിച്ച നോമ്പ് നോക്കേണ്ടത്. നിയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദിന്റെ മകനായ അലി, അദ്ദേഹം ബാപ്പാനോട് ചോദിക്കുന്നുണ്ട്, യാ അബത്തി മാ അഹ്ല കലാമ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ അസ്ഹാബുകളുടെ, മുഹമ്മദ് നബിയുടെ സ്വഹാബത്തിന്റെ സംസാരമൊക്കെ എത്ര മധുരമാണ്. അവരുടെ പെരുമാറ്റം, അവരുടെ ഇടപെടൽ, ഇതൊക്കെ എന്തു മാധുര്യമുള്ളതാണ്. അപ്പോ ഫുളൈൽ അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, വതദിരി ലിമഹല, എന്തുകൊണ്ടാണ് അവരുടെ വാക്കുകളും പ്രവൃത്തിയൊക്കെ ഇങ്ങനെ മധുരമുള്ള എന്ന് നിനക്കറിയോ? എന്താണ് അതിന്റെ കാരണം എന്നറിയോ? മകൻ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞു, ലിഅന്നഹും അറാദുല്ലാഹ ബിഹി, അവർ ചെയ്യുന്ന എന്തൊരു കാര്യം കൊണ്ടും അവർ ആഗ്രഹിക്കുന്ന എന്താ? അള്ളാനെയാണ്, അള്ളാന്റെ പ്രതിഫലമാണ്, വജ്ഹാണ്. അതുകൊണ്ടാണ് അവരുടെ സംസാരം മധുരമുള്ളതായത്, അവരുടെ പെരുമാറ്റം മധുരമുള്ളതായത്, അവരുടെ ഇടപഴകലുകൾ അതൊക്കെ മധുരമുള്ളതായത് പടച്ചവൻ ഉദ്ദേശിച്ചതുകൊണ്ടാണ്.
സഹോദരങ്ങളെ, സഹോദരികൾ, ഇതിൽ നമുക്ക് വലിയൊരു പാടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ പൂർണ്ണ ഇഖ്ലാസുള്ള കർമ്മമാക്കി മാറ്റാൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ആ പ്രവർത്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ. നോക്കി, നിങ്ങൾ ഇഖ്ലാസ് ഇല്ലാത്ത ആളുകളെയാണ് പിശാച് പഴപ്പിക്കുക, അല്ലെ? പിശാച് ആരെ തെറ്റിക്കുക? അള്ളാഹുവിന്റെ പിശാച് പറഞ്ഞ എന്താ? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. നേരായ വഴിയിൽ സഞ്ചരിക്കുന്ന അടിമകളെ വഴി തെറ്റിക്കാൻ ഞാൻ അവിടെ കാത്തിരിക്കുന്ന. എന്നിട്ട് പിശാച് പറഞ്ഞു, ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിന്റെ ദാസന്മാരിൽ എല്ലാവരും ഞാൻ വഴി തെറ്റിക്കും, അവരെ വഴിപിഴപ്പിക്കും. ആരെ ഒഴികെ? ഇഖ്ലാസുള്ള ആളുകളെ. അവരെനിക്ക് തെറ്റിക്കാൻ പറ്റൂല. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ, ഇഖ്ലാസുള്ള ആളുകളുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്തായിരിക്കണം? നമ്മുടെ നിയ്യത്തിന്റെ അസ്ൽ എന്തായിരിക്കണം? അള്ളാന്റെ വജ്ഹായിരിക്കണം. നിയ്യത്ത് വെക്കുമ്പോൾ അത് ബോധം ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ഏത് ഇബാദത്താണ് ഞാൻ ചെയ്യുന്നത്, ഈ ബോധം ഉണ്ടാകണം. ഏത് ഇബാദത്താണ് ചെയ്യണത് എന്നാ അങ്ങനെ പറഞ്ഞ, നമ്മളിപ്പോൾ നോമ്പ് നോക്കുകയാണ് റമദാനിൽ. അപ്പൊ ഇത് ഫർളായ നോമ്പാണോ, സുന്നത്തായ നോമ്പാണോ, അത് കഫാറത്തായ നോമ്പ്, അങ്ങനെയുള്ള ഏത് ഇബാദത്താണ് എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ വ്യക്തമാക്കണം. മനസ്സിലായില്ലേ? നിർബന്ധമായ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രാത്രി തന്നെ നിയ്യത്ത് വേണം. സുന്നത്തായ നോമ്പിന് പകലായാലും മതി, കുഴപ്പമില്ല. മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ സിയാമ ലിമൻ ലം യുജ്മിഅ ഖബ്ല അൽ ഫജ്ർ. ഫജ്റിന്റെ മുമ്പ് നിയ്യത്തില്ലാത്തവൻ എന്തില്ല? നോമ്പില്ല എന്നാ. നിർബന്ധമായ നോമ്പ്. അപ്പോൾ ഫജ്റിന്റെ മുമ്പ് എന്ത് ചെയ്യണം? നിയ്യത്ത് ഉണ്ടായിരിക്കണം. മല്ലം യുബയ്യിത് സിയാമ ഫലാ സിയാമ ലഹു. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ പറഞ്ഞെന്താ അറിയോ? നമ്മൾ സുബഹിയുടെ മുമ്പ് നോമ്പ് നോൽക്കുകയാണ് എന്ന ഉദ്ദേശ്യം നമുക്കുണ്ടാകണം. എന്തെങ്കിലും പ്രത്യേക പദമുണ്ടോ നോമ്പിന്? നിയ്യത്തായി നബൈതു സൗമ ഗദിൻ, അങ്ങനെ പദങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. സ്വഹീഹായ ഹദീസുകളിൽ അങ്ങനെ പദങ്ങളൊന്നും വന്നിട്ടില്ല. മനസ്സിലായില്ലേ? നിയ്യത്ത് എന്താണ്? നമ്മൾ ഇന്ന കർമ്മം ചെയ്യുകയാണ് എന്ന ഉദ്ദേശമാണ്. അത് നാവ് കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. നാവ് കൊണ്ട് രണ്ട് സ്ഥലത്ത് പറഞ്ഞാൽ മതി. ഒന്ന്, ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ നാവ് കൊണ്ട് നിയ്യത്ത് വെക്കണം, പറയണം. നാവ് കൊണ്ട് തന്നെ പറയണം, അവിടെ ഉച്ചരിക്കണം. ബാക്കിയുള്ള ഇബാദത്തുകളിലൊക്കെ മനസ്സിൽ കരുതുക എന്നുള്ളതാണ് ശരിയായ രീതി എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നിങ്ങൾ നിയ്യത്ത് ഉണ്ടെങ്കിലേ നോമ്പ് ശരിയാകുള്ളൂ. ആ നിയ്യത്ത് എപ്പോഴാ? ഫജ്റിന്റെ മുമ്പാണ്. മനസ്സിലായി? ഫജ്റിന്റെ മുമ്പാണ്. അത് സുന്നത്ത് നോമ്പിനാണെങ്കിലോ ഫജ്റിന്റെ ശേഷം ആകാം, കുഴപ്പമില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ഭാര്യനോട് ചോദിച്ചു, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല. എന്നാൽ എനിക്കൊന്ന് നോമ്പാണ്, പ്രശ്നം ഇല്ല. അതിന് രാവിലെ തീരുമാനിക്കുക, ഫജ്റിന്റെ ശേഷം തീരുമാനിക്കുക, ഒരു ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതി. എന്നാൽ നിർബന്ധ നോമ്പിന് അത് പറ്റില്ല. നിർബന്ധമായ നോമ്പിന് അയാൾക്ക് അന്നത്തെ രാത്രിയിൽ തന്നെ എന്തുണ്ടാകണം? അത് ഓർമ്മയുണ്ടാകണം. മനസ്സിലായില്ലേ? ഇനി ചില ആൾക്കാർ ചോദിക്കും, ഈ നോമ്പിനിപ്പോൾ ഈ റമദാനിലെ നോമ്പിന് 30 നോമ്പിനും കൂടെ ഒരൊറ്റ നിയ്യത്ത് മതിയോ? എന്താ ചോദ്യം? 30 നോമ്പിനും കൂടെ ഒരു നിയ്യത്ത് മതിയോ? മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, 30 നോമ്പിനും കൂടെ ഒരൊറ്റ നിയ്യത്ത് മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഒറ്റ നിയ്യത്ത് മതി എന്നാണ്. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണമായിട്ട് അവർ പറഞ്ഞെന്നറിയോ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 8 തുടങ്ങി ദുൽഹിജ്ജ 13 അവസാനിക്കുന്ന ഒരു കർമ്മമാണല്ലോ. ദുൽഹിജ്ജ 8 മുതൽ 8 9 10 11 12 13 അങ്ങനെ 6 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഇബാദത്താണ് ഇത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അതിന് മുമ്പ് തന്നെ ആളുകൾ വരുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ അവിടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഈ ദിവസങ്ങളിലാണ്. അപ്പൊ ഹജ്ജ് 7 ദിവസങ്ങളിൽ 6 ദിവസങ്ങളിലുള്ള ഇബാദത്താണ്. അതിനൊറ്റ നിയ്യത്ത് മതിയല്ലോ, അതിനൊറ്റ നിയ്യത്തല്ലേ? അപ്പൊ നോമ്പും അതേപോലെ ഒരൊറ്റ നിയ്യത്ത് മതി എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. റമദാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ റമദാനിലെ എല്ലാ നോമ്പുകളും ഞാൻ നോൽക്കുമെന്ന് നിയ്യത്ത് വെച്ചാൽ അത് മതി എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അങ്ങനെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ ഒരു വാചകം അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ നോമ്പുകൾക്കിടയിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊരു നോമ്പ് മുറിഞ്ഞു, ഒരു നോമ്പ് നഷ്ടമായി, അങ്ങനെയാണെങ്കിൽ അവൻ വീണ്ടും എന്ത് ചെയ്യണം? നിയ്യത്ത് വെക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ നിയ്യത്തിന് എന്ത് ചെയ്തു? ഒരു ദിവസം മുറിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും നിയ്യത്ത് വെക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ, ജുംഹൂർ, അവരുടെ അഭിപ്രായം എന്താ അറിയോ? അവർ പറയുന്നത് ഓരോ ദിവസത്തിനും ഓരോ നോമ്പിനും ഓരോ ദിവസം എന്ത് ചെയ്യണം? നിയ്യത്ത് വെക്കണം എന്നുള്ളതാണ് അവർ പറയുന്ന അഭിപ്രായം. കാരണം അവർ പറഞ്ഞു, നോമ്പ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് പോലെയല്ല, അതൊരു സ്വതന്ത്രമായ ആരാധനയാണ്. കുറച്ചുകൂടെ ഭംഗിയായിട്ട് ശരിയായി തോന്നുന്നത് ഈ അഭിപ്രായമാണ്. നോമ്പിന് എല്ലാ ദിവസങ്ങളിലും നോമ്പിന് എന്ത് ചെയ്യുക? നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ് ഈ പ്രബലമായ അഭിപ്രായമായി തോന്നുന്നത്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഹദീസിൽ നിന്നൊക്കെ നമുക്ക്
കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതാണ്. ഫജറിൻ്റെ മുമ്പ് നിയ്യത്ത് വെക്കാത്തവന് നോമ്പില്ല എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു നിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു, നോമ്പ് സ്വീകരിക്കാനുള്ള ശരിയാവാനുള്ള ഷർത്തുകൾ പറഞ്ഞു, അതേപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ പറഞ്ഞു, അതേപോലെ തന്നെ കഫാറത്തുമായി പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട നോമ്പുകൾ ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു. നിർബന്ധമായ നോമ്പാണ് റമദാൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏറെ മഹത്വമുള്ള ഏറെ പ്രത്യേകതകളുള്ള മാസത്തിലേക്ക് ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 ചരിത്രങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും. റമദാനിൻ്റെ മഹത്വം അറിയണം, നമ്മൾ റമദാനിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഖുദാമ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഖുദാമ ഇബ്നു മദ്ഊൻ, അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഇവർ രണ്ടുപേരും ഹഫ്സ റളിയല്ലാഹു അൻഹ ഇവരുടെ അമ്മാവന്മാരാണ്. ഹഫ്സ റളിയല്ലാഹു ആരാ? നബിൻ്റെ ഭാര്യയാണ്. നബിൻ്റെ ഭാര്യയാണ്, ഉമറുള്ളാഹിൻ്റെ മകൾ. അവരുടെ അമ്മാവന്മാരാണ് ഖുദാമയും ഉസ്മാനും. ഇവർ ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരാണ്. ഈ 3 ആളുകളുള്ളൊരു സദസ്സ്, ഈ 3 ആളുകളൊരു സദസ്സിലിരിക്കുകയാണ്. ആ സദസ്സിലിരിക്കുന്ന സമയത്ത് അവർ വലിയ സങ്കടത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്. എന്താ പ്രയാസം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ തൊലാഖ് ചെല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്, വിവാഹബന്ധം വേർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ സങ്കടത്തിലാണ് അവർ, അതിൻ്റെ പ്രയാസത്തിലാണ് അവർ. എത്ര ദുഃഖം ഉണ്ടാകും. നബിൻ്റെ ഭാര്യയായിരുന്നു, ആ സ്ഥാനം നഷ്ടപ്പെടാൻ പോവുകയാണ്. അങ്ങനെ അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഫദഖല അലൈഹാ വജഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി വന്നു. എങ്ങനെ? നബി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് വരുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് നബി വരുന്നത്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലി ജിബ്രീൽ, എന്നോട് ജിബ്രീൽ പറഞ്ഞു, റാജി ഹഫ്സ, ഹഫ്സയെ തിരിച്ചെടുക്കണം, ഹഫ്സയെ ഒഴിവാക്കാൻ പാടില്ല, ഹഫ്സയെ ഭാര്യയായിട്ട് എന്ത് ചെയ്യണം? സ്വീകരിക്കുന്ന വേണം. അവളെ തൊലാക്ക് ചെല്ലാൻ പാടില്ല, അവളെ ഭാര്യയായിക്കൊണ്ട് തിരിച്ചെടുക്കണം. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, ഫഇന്നഹാ തീർച്ചയായും അവരാരാ? സവ്വാമത്തുൻ, നോമ്പ് നോൽക്കുന്നവളാണ്, ഖവ്വാമത്തുൻ നിസ്കരിക്കുന്ന ആളാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വലാഖ് ചെല്ലാൻ ഒഴിവാക്കാൻ തീരുമാനിച്ചൊരു ഭാര്യ, ആ ഭാര്യയെ തിരിച്ചെടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമായി പറഞ്ഞതാ ഫഇന്നഹാ സവ്വാമ, അവരാരാണ്? അവർ നോമ്പുകാരിയാണ്, അവർ നിസ്കരിക്കുന്ന ആളാണ്. വഇന്നഹാ സൗജതുക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലും അവർ നിങ്ങളുടെ ഭാര്യയായിരിക്കുമെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഹഫ്സ റളിയല്ലാഹു സന്തോഷമായി. ഉസ്മാൻ ബിൻ മദ്ഊൻ, അതേപോലെ തന്നെ ഖുദാമ ബിൻ മദ്ഊൻ, അവർക്കൊക്കെ വലിയ സന്തോഷമായി. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. അതേപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാഫിയ്, മഹാനായ ഇബ്നു ഉമറിന്റെ മൗലയാണ് നാഫിയ് പറയുന്നുണ്ട്, ആകാശലോകത്തുനിന്ന് ഈ വാർത്ത വന്നതിന് ശേഷം, ഹഫ്സ റളിയല്ലാഹു ആരാണ്? നോമ്പുകാരിയാണ്, എന്നും നോമ്പ് വെക്കുന്ന ആളാണ്, നല്ല നോമ്പുകാരിയാണ്. ഈ വാർത്ത വന്നതിന് ശേഷം ഹഫ്സ റളിയല്ലാഹു അൻഹ നോമ്പ് നിഷിദ്ധമാക്കിയ ദിവസങ്ങളിലല്ലാതെ ഒരിക്കലും നോമ്പ് ഒഴിവാക്കുമായിരുന്നില്ല. എന്നും നോമ്പ് നോക്കും. നോമ്പ് പാടില്ല എന്ന് പഠിപ്പിച്ച ദിവസങ്ങളുണ്ടല്ലോ, അന്നൊഴികെ ബാക്കി എല്ലാ ദിവസവും അവരെന്ത് ചെയ്യും? നോമ്പ് നോൽക്കുമായിരുന്നു. നോമ്പിൻ്റെ മഹത്വം എത്രയാണ് പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ സ്ഥാനം എത്രയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വരികയാണ്. ഒരു സൈന്യത്തെ നിയോഗിക്കാണ് നബി, ഒരു യുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ പറഞ്ഞേക്കാം. അപ്പോഴാണ് വരുന്നത്. അപ്പൊ അദ്ദേഹം നബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇദ്ഉല്ലാഹ ലീ ബിശ്ശഹാദ, നബിയെ നിങ്ങൾ എനിക്ക് ഷഹാദത്തിന് വേണ്ടി, ഞാൻ ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം നബിയെ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും. നബി പ്രാർത്ഥിച്ചില്ല, ഷഹീദാകാൻ ദുആ ചെയ്തില്ല. നബി പറഞ്ഞു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അല്ലാഹുവേ ഇദ്ദേഹത്തെ നീ രക്ഷപ്പെടുത്തുകയും ഇവരെ നീ രക്ഷപ്പെടുത്തുകയും ഇവർക്ക് നീ ഗനീമത്ത് സ്വത്ത്, യുദ്ധത്തിൽ വിജയം വരിച്ച് നേടുന്ന സ്വത്തുണ്ടല്ലോ, ആ സ്വത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ എന്ന് നബി പ്രാർത്ഥിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അവർ വിജയിച്ചു, ഗനീമത്ത് സ്വത്തൊക്കെ കിട്ടി. ആ സ്വത്ത് എല്ലാവരും വീതം വെച്ചെടുത്തു. മറ്റൊരു യുദ്ധത്തിന് പോകുമ്പോഴും ഇതേ ആവശ്യം പറഞ്ഞു.
അദ്ദേഹം പറഞ്ഞു, അബൂമാമ പറഞ്ഞു, നബിയെ യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ നിങ്ങൾ ഷഹാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നബി ഇതേപോലെ പ്രാർത്ഥിച്ചു. അന്ന് മുസ്ലിങ്ങൾ വിജയിച്ചു, ഗനീമത്ത് സ്വത്ത് 3 തവണ ഇത് ആവർത്തിച്ചു, 3 തവണ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വന്ന് ചോദിക്കണം, നബിയെ യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, ഫമുർനി ബിഅമലിൻ അദ്ഖുലു ബിഹിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഒരു അമൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും നബിയെ. സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി അദ്ദേഹം ഷഹീദാകാൻ ചോദിക്കണത്. അപ്പൊ നബിയെ, സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒരു അമൽ നിങ്ങൾ എനിക്ക് പറഞ്ഞുകൊണ്ട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈക ബിസ്സൗം, അലൈക ബിസ്സൗം, നീ നോമ്പ് നോൽക്കുക, ഫഇന്നഹു ലാ മിത്ല ലഹു, തീർച്ചയായും അതിന് പകരമായി മറ്റൊന്നുമില്ല എന്നാ, അതുപോലെ മറ്റൊന്നുമില്ല എന്നാ. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, സഹോദരികളെ, നോമ്പിൻ്റെ മഹത്വം എത്ര ഹദീത്തുകളാണെന്നറിയോ? നോമ്പിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ പഠിപ്പിക്കുന്ന. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നോമ്പിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അഹ്കാമുകളൊക്കെ പഠിച്ച് നമ്മൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുകയാണ് എങ്കിൽ റമളാനിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. റമളാനിനെ സ്വീകരിച്ച് അതിലെ നോമ്പുകൾ നോൽക്കുന്ന, അതേപോലെ തന്നെ അതിലെ നന്മകളെല്ലാം സ്വന്തമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.